കിയ കാരൻസ് ഫേസ് ലിഫ്റ്റിന്റെ സ്റ്റൈലിംഗ് ഫീച്ചറുകളും അടുത്തിടെ അവതരിപ്പിച്ച കിയ EV5യുമായി വളരെയധികം സാമ്യതകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. ഇന്ത്യയിലെ കിയയുടെ മാർക്കറ്റായ ദക്ഷിണ കൊറിയയിലും കാരൻസ് ഫേസ് ലിഫ്റ്റിന്റെ റോഡ് ടെസ്റ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ സ്പൈ ഷോട്ടുകൾ നേരത്തെ കണ്ട ടെസ്റ്റിംഗ് പതിപ്പിനൊപ്പം കണ്ട സ്റ്റൈലിംഗ് അപ്ഡേറ്റുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. കിയ EV5യുമായി ശ്രദ്ധേയമായ ചില സമാനതകളുണ്ട്. ത്രികോണാകൃതിയിലുള്ള ഹെഡ്ലാമ്പുകളും ഇൻ്റഗ്രേറ്റഡ് LED DRLകളും രണ്ട് കാറുകളിലും സമാനമായി കാണപ്പെടും. ഹെഡ്ലാമ്പുകളുടെ വലുപ്പത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കിയ കാരൻസ് ഫേസ് ലിഫ്റ്റിൻ്റെ മുൻഭാഗം ഇപ്പോഴും സവിശേഷമായിരിക്കും, കാരണം ഇതിന് അതിശയകരമായ മുൻഭാഗവും ഗ്രില്ലും ലഭിക്കും. താരതമ്യപ്പെടുത്തുമ്പോൾ EV5ന് മുകളിലെ ഗ്രിൽ മാത്രമേ ഉണ്ടാകൂ. രണ്ട് കാറുകൾക്കും വ്യത്യസ്തമായ അലോയ് വീലുകളും ഉണ്ടായിരിക്കും. EV5ന് ഉയർന്ന എയറോ എഫിഷ്യൻസി യൂണിറ്റ് ലഭിക്കും. EV5ന് 4615 mm നീളമുണ്ട്, അതായത് കാരൻസിൻ്റെ 4540 mm നീളമുണ്ടെന്നർത്ഥം. കാരൻസ് ഫേസ് ലിഫ്റ്റിനും EV5നും ഡീപ് പില്ലറിൻ്റെ രൂപകൽപ്പന വ്യത്യസ്തമാണ്. പിൻഭാഗത്തെ കിയ കാരൻസ് ഫേസ് ലിഫ്റ്റിലെ ലൈറ്റിംഗ് ഘടകങ്ങളും EV5 ഉള്ളതിനും സമാനമാണ്. ഇതിന് ശക്തമായ റോഡ് സാന്നിധ്യമുണ്ട്. വീതിയും ഉയരവും യഥാക്രമം 1875 mm 1715 mm. താരതമ്യപ്പെടുത്തുമ്പോൾ കാരൻസിന് 1700 mm വീതിയും 1708 mm നീളവും ലഭിക്കും. ഫേസ് ലിഫ്റ്റ് കാറിൻ്റെ അളവുകളിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം ലഭിക്കുമെന്ന് കണ്ടറിയണം. കിയ കാരൻസ് ഫേസ് ലിഫ്റ്റിന് ക്യാബിൻ EV5ൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരിക്കും. ഇൻഫോടൈം സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും വേണ്ടിയുള്ള ഡ്യുവൽ 10.25 ഇഞ്ച് സ്ക്രീനുകൾ, 360° ക്യാമറ, പനോരമിക് സൺറൂഫ് എന്നിവ കിയ കാരൻസ് ഫേസ് ലിഫ്റ്റിൻ്റെ ചില പ്രധാന സവിശേഷതകളായി കണക്കാക്കപ്പെടും. കിയ കാരൻസ് ഫേസ് ലിഫ്റ്റിന് ADS ഫീച്ചർ ഉണ്ടായി. നിലവിലുള്ള മോഡലിന് നിരവധി സവിശേഷതകൾ തുടരുമെന്നാണ് അറിയപ്പെടുന്നത്. പ്രീമിയം സൗണ്ട് സിസ്റ്റം, ഡ്യുവൽ ക്യാമറയുമായുള്ള ഡാഷ് ക്യാം, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, സ്മാർട്ട് എയർ പ്യൂരിഫയർ, OTA അപ്ഡേറ്റുകൾ, സ്പീഡ് ലിമിറ്റിംഗ് ഓപ്ഷനുള്ള ഓട്ടോ ക്രൂയിസ് കൺട്രോൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കിയ കാരൻസിൻ്റെ ഫേസ് ലിഫ്റ്റ് നിലവിലുള്ള മോഡലിൻ്റെ അതേ എഞ്ചിൻ ഓപ്ഷനുകൾ ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുണ്ട്. ഇതിന് 115 PS കരുത്തും 144 Nm ടോർക്കും സൃഷ്ടിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് ഈ കാറിൽ വരുന്നത്. 1.5 ലിറ്റർ ടർബോ പെട്രോൾ യൂണിറ്റ് 160 PS കരുത്തും 153 Nm ടോർക്കും സൃഷ്ടിക്കപ്പെടും. ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ 6 IMT 7 DST എന്നിവ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ 1.5 ലിറ്റർ VGT ഡീസലാണ്. 6 MT 6 IMT 6 AT എന്നിവയുടെ ട്രാൻസ്മിഷൻ ഓപ്ഷനിലൂടെയാണ് ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മാരുതി XL6, മഹീന്ദ്ര മറോസോ, ഹൂണ്ടായ് അൽക്കാസർ, ഹെക്ടർ, സഫാരി തുടങ്ങിയ മോഡലുകളായി പുതിയ കാരൻസ് മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത്.